ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനിവിടെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, മാംഗോ റസ്മലായി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതൊരു പോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മധുരം ഉണ്ടോ നോക്കുക. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഏകദേശം ഒരു ടിന്നിൻ്റെ അടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പാലൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സിമ്മിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നല്ല പഴുത്ത മാങ്ങ. ഞാൻ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. വെയിറ്റ് നോക്കിയ സമയത്ത് 400 ഗ്രാം ഉണ്ട്. ഇത് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 കപ്പ് നട്ട്സ് ആണ്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ആൽമണ്ട്സ്, പിസ്ത, കാഷ്നട്ട്സ് ആണ്. ഇത് ചെറിയ പീസസ് ആയിട്ട് നുറുക്കി വെച്ചതാണ്. ഇനി ഇതിൽ നിന്നും ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ട് ഈ മാങ്ങയുടെ പീസസിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 7 ബ്രെഡ് സ്ലൈസസ് ആണ്. ഇതിൻ്റെ അരികൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കണം. ഇവിടെ ഞാൻ അരികൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഓരോ ബ്രെഡ് സ്ലൈസും എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. വല്ലാതെ മുങ്ങിപ്പോരുത്, ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ള വെള്ളം കളയാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് അല്പം മാങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ തണുപ്പിക്കാൻ വെച്ചിരുന്ന പാലിൻ്റെ മിക്സ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുൾ കവർ ചെയ്യുന്ന വിധത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരുന്ന ചോപ്പ് ചെയ്തിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. അല്പം കുങ്കുമപ്പൂ വിതറി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മാംഗോ റസ്മലായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിക്കുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. Thanks for watching.